നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കല്യാണത്തിനോടനുബന്ധിച്ചിട്ടുള്ള 2-3 വീഡിയോസ് ഡ്രസ്സിങ്ങിൻ്റെയും മറ്റ് പർച്ചേസിങ്ങിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇന്ന് നമ്മൾ സ്വർണ്ണം എടുക്കാൻ വന്നിട്ടുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ തൃശ്ശൂരുള്ള ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പ് എന്നും പറയാം. അതുപോലെ ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സ്വർണ്ണമാണ് കേട്ടോ. ഇവർ തന്നെയാണ് ഇത് ഉണ്ടാക്കലും. നമ്മൾ ഏത് മോഡൽ കൊടുത്താലും അവരുണ്ടാക്കി തരും. അപ്പം നമുക്ക് ചെക്കൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് പെൺകുട്ടിക്ക് മഹർമാല കൊടുക്കണം, അതുപോലെ വളയും ഒക്കെ കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ നോക്കിയത് ഒരു ചെയിനാണ് കേട്ടോ. എപ്പോഴും നമുക്ക് സിമ്പിളായിട്ടുള്ള ചെയിനാണല്ലോ നമുക്കിപ്പോൾ ഒരുവിധം പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഒരു ചെയിന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ കയ്യിലിട്ട ചെയിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട, അതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. നിങ്ങൾ എൻ്റെ ഫാമിലി അല്ലേ, അപ്പം നിങ്ങളോടും എൻ്റെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ 2 വള വേണമായിരുന്നു. അപ്പോൾ വളയ്ക്ക് വേണ്ടിയിട്ട് വള വലിയ മോഡലും കാര്യങ്ങളും ഒന്നും നോക്കിയില്ല. കാരണം ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള സാധാ കേരള സ്റ്റൈല് വളയായിരുന്നു കേട്ടോ നോക്കിയത്. വള ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ അളവ് വെച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അവസാനം അത് ചളുങ്ങി പിളുങ്ങിയൊക്കെ ചെയ്തു. പിന്നെ ആ ചേട്ടൻ വളേൻ്റെ ഷേപ്പൊക്കെ ശരിയാക്കുന്ന ആ സാധനത്തിനകത്തോട്ട് ഇട്ട് അതൊക്കെ കറക്റ്റാക്കി കേട്ടോ. പിന്നെ ഞാൻ മാല, അതായത് മഹർമാല, നമ്മൾ താലി എന്നൊക്കെ പറയുമല്ലോ, അത് താലിമാല ഞാൻ കാണിക്കുന്നില്ല. അത് സർപ്രൈസാണ്. അത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ലോക്കറ്റ് സെലക്ഷൻ ആയിരുന്നു. ലോക്കറ്റ് നല്ല മോഡൽസ് ഉണ്ട് ഇടാം. നമുക്ക് ഹെവി ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്, സിമ്പിളായിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഇതുപോലെ നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കല്ലിൻ്റെ ഒന്നും വേണ്ട. നമുക്കിതാ ഈ കാണിച്ചേക്കുന്ന പോലുള്ള മോഡലിലെ ലോക്കറ്റ് ആയിരുന്നു കേട്ടോ നമുക്കും ഇഷ്ടപ്പെട്ടത്, നമുക്ക് വേണ്ടതും. അപ്പം അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മഹർമാല ലോക്കറ്റ് എല്ലാം ഞാൻ പിന്നെ വീഡിയോയിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. പിന്നെ മോതിരവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസിനെക്കാട്ടി കൂടുതൽ നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആയിരുന്നു കേട്ടുള്ളത്. കാണാൻ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ, എന്നാൽ അധികം വെയിറ്റ് ഇല്ല. നമ്മളുടെയൊക്കെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ ഇടുമ്പോൾ നമ്മൾ അതുപോലെ നല്ല രീതിയിലുള്ള നോക്കിയൊക്കെ എടുക്കണമല്ലോ, അങ്ങനെ. അപ്പോൾ പിന്നെ നമുക്ക് ചെറിയൊരു മോതിരം എന്ന് പറയുന്നത് വെറും 1 ഗ്രാമിൻ്റെ ഒരു മോതിരം നമുക്കുണ്ടായിരുന്നു. കാരണം കല്യാണത്തിനോടനുബന്ധിച്ച് നമ്മൾ ഒരു യത്തീമായിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മളുടെ വകയായിട്ട് ഒരു മോതിരം, നമുക്കിപ്പോൾ സ്വർണ്ണത്തിനൊക്കെ നല്ല റേറ്റ് കൂടി നിൽക്കുന്ന ടൈമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് 1 ഗ്രാമിൻ്റെ ഒരു മോതിരം, 1 ഗ്രാമിൻ്റെ മോതിരം എന്ന് പറയുമ്പോൾ അത് നിസ്സാരമല്ല ഇപ്പോഴത്തെ സ്വർണ്ണ വില വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു മോതിരം സെലക്ട് ചെയ്ത് അതെടുത്തു കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ എടുക്കുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ എല്ലാത്തിനെയും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് അത് നിൽക്കണമല്ലോ. അങ്ങനെ ഒരുവിധം സെലക്ഷൻസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബില്ലും മറ്റ് കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കുന്ന ടൈമിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഓവറോൾ എനിക്ക് അവിടെ ഉള്ള കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മളുടെ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും എടുത്തില്ല, അല്ലാതെ തന്നെ നമ്മൾ വെറുതെ നോക്കുമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ എന്താ പറയുക ഇത്രയും നല്ല കളക്ഷൻ. ഞാൻ കൊല്ലത്തൊക്കെ പോയി നോക്കുന്ന ജ്വല്ലറിയിൽ ഇങ്ങനെ കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാലും, നമ്മളുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കും കൂടുതൽ ഇങ്ങനെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ഊർജ്ജം കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക്, അതാണ് ഞാൻ ഈ മഴയും കൂടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ, സീ യു.